കൊല്ലം കൊട്ടാരക്കര പുത്തൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. കുഴക്കാട് സ്വദേശി ശ്യാം സുന്ദറാണ് കൊല്ലപ്പെട്ടത്. പ്രതി ധനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എസ് വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പുത്തൂർ കുഴക്കാട് മുക്കിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊലപാതകം നടന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിലായിരുന്നു 44 വയസ്സുള്ള ശ്യാം സുന്ദറിനെ അതിദാരുണമായി കുത്തി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ശ്യാം സുന്ദർ മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ച് വന്നിരുന്നത്. പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അയൽവാസിയായ ധനേഷാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇരുവരും തമ്മിലുള്ള വിരോധമായിരുന്നു ഇത്തരത്തിലുള്ളൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഏകദേശം 4 വർഷം മുൻപാണ് ഈ ശ്യാം സുന്ദറിൻ്റെ ഭാര്യ ധനേഷിനോടൊപ്പം പോയത്. ഇതുമായി ബന്ധപ്പെട്ട ചില വിരോധം ഇരുവരുടെയും ഇടയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്നുണ്ടായ ഒരു വിരോധമായിരുന്നു രാത്രിയിൽ ഇവിടെ എത്തിയ ധനേഷ് ഈ ശ്യാം സുന്ദറിനെ കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 12 മണിയോടുകൂടി ഒരു അയൽവാസി ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു നിന്ന ശ്യാം സുന്ദറിനെ കാണാനിടയായത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ശ്യാം സുന്ദറിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ശ്യാം സുന്ദറിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളൊരു ദുഃഖകരമായൊരു വാർത്തയാണ്. എന്തായാലും ഈ പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിവരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.